ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന നീക്കങ്ങളെ ശക്തമായി എതിർക്കുമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന 76ാമത് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയ്ക്ക് പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നതിനുള്ള തെറ്റായ രീതികൾ നടക്കുന്നുണ്ട്. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ പോലും അപമാനിക്കുന്നത് വേദനാജനകമാണ്. എല്ലാവർക്കും പാർപ്പിടവും ജോലിയും ദാഹജലവും പരമാധികാരവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കിയുള്ള രാജ്യമാണ് ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ടത്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഒരു റിപ്പബ്ലിക് ആയതിൻ്റെ 75ാം വാർഷികവും 76ാം പിറന്നാൾ ദിനവും ആഘോഷിക്കുകയാണ്. 76ാം പിറന്നാളിലേക്ക് നാം കടക്കുമ്പോൾ നാം ഉയർത്തിപ്പിടിച്ച ഭരണങ്ങളുടെ മൂല്യങ്ങൾ, നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ഇതെല്ലാം നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിത രൂപങ്ങളാണ്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ആ ഭരണഘടനയ്ക്ക് പല രൂപത്തിലുള്ള വെല്ലുവിളികളും പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളുമൊക്കെ കൊടുക്കാൻ മുന്നോട്ട് വരുന്ന ചില തെറ്റായ പ്രവണതകൾ നമ്മുടെ രാജ്യത്ത് രൂപം കൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഭരണഘടനാ ശില്പി മഹാനായ അംബേദ്കറെ പോലും അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ചില ശൈലികളും നമ്മുടെ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നു എന്നത് നമ്മെ വേദനിപ്പിക്കുന്നതാണ്, വിഷമിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ ഭരണഘടനാ ശില്പികളെ അപമാനിക്കുന്നതും അതോടൊപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്താൻ ശ്രമിക്കുന്നതുമൊക്കെ രാജ്യദ്രോഹപരമായ സമീപനങ്ങളാണ്, സംശയം വേണ്ട. രാജ്യത്തിൻ്റെ ഭരണഘടന നിശ്ചയമായി ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷത നമ്മുടെ രാജ്യത്ത് തുടരണം. അതിനൊരു കോട്ടവും സംഭവിച്ചുകൂടാ. സാമ്പത്തികമായ അസമത്വം, നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഭാരതവും ഒരു റിപ്പബ്ലിക്കായതിനു ശേഷവുമുള്ള രാജ്യത്തിൻ്റെ പുരോഗതിയും വിലയിരുത്തുമ്പോൾ നമുക്ക് നിശ്ചയമായും മാറിത്തേരേണ്ടത് സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിലും ഒരു റിപ്പബ്ലിക്കാകുന്നതിന് മുമ്പും ഈ രാജ്യത്ത് മരച്ചുവട്ടുകളിലും കടത്തിണ്ണകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബന്ധുവീടുകളുമൊക്കെ കഴിഞ്ഞിരുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരിടമുണ്ടാകുമ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം, റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാകുക. ആ രൂപത്തിലേക്കുള്ള മാറ്റം ഇനിയും നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. വാർഷികവും ഒപ്പം 76ാം റിപ്പബ്ലിക് ദിനവും ഇന്ന് രാജ്യമെമ്പാടും ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ അക്ഷരനഗരിയിലും ആ ആഘോഷങ്ങൾക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സുനിൽ എസ്.എം, റിസർവ് സബ് ഇൻസ്പെക്ടർ, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, കോട്ടയം. by Master Ananda Narayan, NCC Senior Division, രണ്ടാം സ്ഥാനം CMS College കോട്ടയം, commanded by Master Abhinav R. ശ്രീ അനിൽകുമാർ KK. റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദ്, നഗരസഭാ അധ്യക്ഷൻ ബിൻസി സെബാസ്റ്റ്യൻ, സബ് കളക്ടർ D രഞ്ജിത്ത്, നഗരസഭാ അംഗങ്ങളായ മോളിക്കുട്ടി സെബാസ്റ്റ്യൻ, റീബ വർക്കി, അഡീഷണൽ SP വിനോദ് പിള്ള എന്നിവർ പങ്കെടുത്തു. പരേഡിൽ 28 പ്ലാറ്റൂണുകൾ പങ്കെടുത്തു. പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാ സേന എന്നിവയുടെ 5 പ്ലാറ്റൂണുകൾ, NCC സീനിയർ ജൂനിയർ ഡിവിഷനുകളിലായി 7 പ്ലാറ്റൂണുകൾ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ 5 പ്ലാറ്റൂണുകൾ, സ്കൗട്ട് ഗൈഡ്സ് വിഭാഗങ്ങളിൽ നിന്നും 4 പ്ലാറ്റൂണുകൾ, ജൂനിയർ റെഡ് ക്രോസ് വിഭാഗത്തിൽ നിന്ന് 2 പ്ലാറ്റൂണുകൾ എന്നിവയ്ക്കൊപ്പം 3 ബാൻഡ് പ്ലാറ്റൂണുകളും അണിനിരന്നു. It's the Army Police contingent of CMS College, Diamol MS. Andhra Shankar J. by Master Samir Nepali. SPC platoon of girls, Model Residential School, Etima. News Bureau.
കാഞ്ഞിരപ്പള്ളി.